എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 18 വ്യാഴാഴ്ച. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ദിവസം ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 24 മണിക്കൂറായി കനത്ത മഴയാണ്. എങ്കിലും നാളെ കാലാവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ്സിലെ അതിപ്രധാനമായ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. തന്ത്രപരമായ ചിന്ത, ആസൂത്രിതമായ പ്രവർത്തനം, ഭാവി മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് തന്ത്രം ഇത്ര പ്രധാനമാകുന്നത്? കാരണം അത് ബിസിനസ്സിനെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. വിക്ടറി വിത്ത് ആഷ് എന്ന സമീപത്തെ നോക്കിയാൽ നമുക്കറിയാം, അതിൻ്റെ ഓരോ നീക്കവും യാദൃശ്ചികമല്ല. എല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തും തന്ത്രപരവുമാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് വളരെ ആസൂത്രിതമാണെന്ന് വ്യക്തമാണ്. ബിസിനസ്സിലെ തന്ത്രപരമായ നീക്കങ്ങൾ എന്നത് കേവലം ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിജയവും സുസ്ഥിരമായ വളർച്ചയും ഉറപ്പാക്കലാണ്. പല ബിസിനസ്സുകളും വലിയ ആവേശത്തോടെ തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും അത് സ്വന്തമാക്കാൻ തിക്കും തിരക്കും കൂട്ടും, എന്നാൽ പെട്ടെന്നു തന്നെ അവ തകർന്നു പോകുന്നു. അത് നല്ലൊരു രീതിയല്ല. നമ്മുടെ ലക്ഷ്യം പടിപടിയായുള്ള വളർച്ചയാണ്. വിക്ടറി വിത്ത് ആഷ് എന്നത് ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. വരാനിരിക്കുന്ന വലിയ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ നാം ഇവിടെ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. ഇതൊരു ചെറിയ കാലയളവിലെ പ്രശ്നപരിഹാരമല്ല, മറിച്ച് വരാനിരിക്കുന്ന വെല്ലുവിളികൾ മുൻകൂട്ടി കാണുകയും അവസരങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്ന രീതിയാണ്. ഇതിനായി നമ്മുടെ പ്രവർത്തനങ്ങളെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് യോജിപ്പിക്കണം. തന്ത്രപരമായ ചിന്ത എന്നാൽ ഭാവി പ്ലാൻ ചെയ്യുന്നതിനായി സാഹചര്യങ്ങളെയും വിപണിയിലെ മാറ്റങ്ങളെയും ബുദ്ധിപൂർവ്വം വിശകലനം ചെയ്യുന്നതാണ്. ഇതിനായി നമ്മുടെ സ്ഥാപനത്തിന് അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. വിപണിയിലെ ട്രെൻഡുകൾ, മത്സരം, സാങ്കേതികവിദ്യ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആഷ് ഈ കാര്യത്തിൽ വളരെ മിടുക്കനാണ്. തന്റെ ബിസിനസ്സിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ട്. എവിടെ മാറ്റങ്ങൾ വരുത്തണം, എവിടെ ശക്തിപ്പെടുത്തണം എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ആസൂത്രിതമായ പ്രവർത്തനം എന്നാൽ ബോധപൂർവവും ക്രമബദ്ധവുമായ നീക്കങ്ങളാണ്. ഇതിനായി അദ്ദേഹം തന്റെ സാങ്കേതിക വിദഗ്ധരുമായും വിശകലന വിദഗ്ധരുമായും ദിവസേന ചർച്ചകൾ നടത്തുന്നു. കൃത്യമായ വിവരങ്ങളും ഡാറ്റയും വിശകലനം ചെയ്താണ് ഓരോ തീരുമാനവും എടുക്കുന്നത്. മുൻകാല അനുഭവങ്ങളിൽ നിന്നും കണക്കുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഒരു പ്രത്യേക കാര്യം ചെയ്താൽ എന്ത് ഫലം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഭാവി മുൻകൂട്ടി കാണുക എന്നത് മറ്റുള്ളവരെക്കാൾ 10 അടി മുന്നേ ചിന്തിക്കുന്നതാണ്. എന്റെ പഴയ ബിസിനസ് അനുഭവത്തിൽ നിന്ന് ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയിലെയും മാസത്തിലെയും ലാഭവിവരങ്ങൾ ഞാൻ എഴുതിവെക്കുമായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ പഴയ കണക്കുകൾ നോക്കി ബിസിനസ്സിൽ ഇടിവ് വരാൻ സാധ്യതയുള്ള സമയം എനിക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതനുസരിച്ച് പുതിയ ഓഫറുകൾ നൽകി ബിസിനസ് തിരിച്ചുപിടിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഇതുതന്നെയാണ് ബിസിനസ്സിലെ ദീർഘവീക്ഷണം. ഒരു മികച്ച നേതൃത്വത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, വ്യക്തമായ കാഴ്ചപ്പാട്. രണ്ടാമത്, വിവരങ്ങളെ വസ്തുതാപരമായി വിശകലനം ചെയ്യാനുള്ള കഴിവ്. പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളില്ല, മറിച്ച് അതിന്റെ മൂലകാരണത്തിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു പരിഹാരം കണ്ടെത്തിയാൽ അത് ബിസിനസ്സിന്റെ മറ്റു ഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് തിരിച്ചറിയാനുള്ള അറിവും വേണം. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ രീതികളിൽ മാറ്റം വരുത്താൻ നാം തയ്യാറാകണം. ബിസിനസ് നല്ല നിലയിൽ പോകുമ്പോൾ അമിതമായി വികസിപ്പിക്കുന്നത് അപകടമാണ്. പകരം കുറച്ചൊക്കെ കരുതൽ ധനം മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കരുത്തുണ്ടാകൂ. നമ്മുടെ സമയം, പണം, അധ്വാനം എന്നിവ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണം. ചുരുക്കത്തിൽ, ഒന്നും തന്നെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കരുത്. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യുക. തന്ത്രപരമായി ചിന്തിക്കുന്നവരും ദീർഘവീക്ഷണമുള്ളവരുമാണ് എപ്പോഴും ബിസിനസ്സിൽ മുന്നിലെത്തുന്നത്. ഇത്രയുമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാളെ വെള്ളിയാഴ്ച വീണ്ടും കാണാം. നാളെ നിങ്ങൾ ലൈവിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ അഭിവാദ്യങ്ങൾ നൽകുന്നതാണ്. അതുവരെ നന്ദി.